രാവിലെ മീൻ വാങ്ങാൻ ഇറങ്ങിയത് മീൻ്റെ സ്റ്റോക്കൊക്കെ തീരാറായി. ഞാനും വരട്ടെ കടപ്പുറം കാണാമെന്ന് പറഞ്ഞപ്പോൾ പോന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൂടെ കൂടെ പോയി. അങ്ങനെ പോർട്ട് കടപ്പുറത്തെത്തി. ഭയങ്കര തിരക്കുണ്ട്, ഇന്ന് നല്ല ആളുണ്ട്, മീനിൻ്റെ ലഭ്യതയും കുറവാണ്. വരുന്നതെല്ലാം അയല, കൊട്ടക്കണക്കിന് അയലകൾ വരുന്നുണ്ട്. പക്ഷേ അയല നമുക്ക് ഒരു കൊട്ടയൊന്നും വാങ്ങാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വിഷമിച്ച് ഞങ്ങൾ ഇന്ന് തിരിച്ചു പോയിരുന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കാണാൻ നമ്മുടെ നെയ്ബർ ഒരു ഇടിച്ചക്ക കൊണ്ടുവന്നു. എന്നാൽ പിന്നെ ഇടിച്ചക്കയും ഉച്ചയ്ക്ക് തോരൻ വെച്ചാലോ, ഇടിച്ചക്ക എല്ലാം കൂടെ തോരൻ വെച്ചാൽ ആൾക്കാർ കഴിക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ആൾക്കാർക്കെല്ലാം ടേസ്റ്റ് കൂടുതൽ വേണമല്ലോ. വിഷമാണെങ്കിലും മലയാളികൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കഴിച്ചോളൂ. അതാണ് നമ്മുടെ അവസ്ഥ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്ത് തേങ്ങാക്കൊത്തും ചുമന്നുള്ളിയും മറ്റൻമുളകും കറിവേപ്പിലും എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്കയും ചേർത്ത് ഇളക്കുക. ഈ കാണുന്നതെല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ട് ഇളക്കി യോജിപ്പിച്ച് വരുമ്പോൾ ടേസ്റ്റുള്ള ഇടിച്ചക്ക തോരൻ റെഡി. അധികം വരുമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണ്, പക്ഷേ പാത്രം കാലി. നമ്മുടെ ഓട്ടിനി ആരെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ച് പെട്ടെന്ന് തന്നെ ഊണ് കഴിഞ്ഞ് ഞങ്ങൾ വോട്ട് ചെയ്യാനായി സെൻറ് ജോസഫ് കോൺവെന്റിലേക്ക് പോയി. തിരിച്ചു വരുന്ന വഴി സ്റ്റെയിൻസിൽ കയറി കേക്ക് ഉണ്ടാക്കാനായിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. കേക്കിൻ്റെ ഏത് സാധനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. വീട്ടിലെത്തി തുണിയും കഴിഞ്ഞ് കുളിച്ചിട്ട് വന്നപ്പോഴത്തേന് ചായ കുടിക്കാൻ ആൾക്കാർ റെഡിയായി ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ ഒരു പോപ്കോൺ കൂടെ ആയാലോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ലെങ്കിലും ഞാനിത് തിന്നോണ്ടേയിരിക്കും.